ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്കൊരു മൾട്ടിപ്പിൾ സ്ലൈഡ്സ് ഉണ്ടാവും, 10, 25, 30 സ്ലൈഡ് ഉണ്ടാവും. ഈ 30 സ്ലൈഡിലും എനിക്കൊരു കോമൺ ആയിട്ടുള്ള പിക്ചർ, അതൊരു കമ്പനിയുടെ ലോഗോയിൽ ഇൻസെർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ 30 സ്ലൈഡിലും പോയിട്ട് ഓരോന്ന് പറയുന്നത് ഇൻസെർട്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ടൈറ്റിൽ സ്ലൈഡിലോട്ട് ഇൻസെർട്ട് ചെയ്യാൻ വിചാരിക്കുക. ഇൻസെർട്ട് ഓപ്ഷൻ വന്ന് പിക്ചറിൽ വന്ന് ഒരു ഇമേജ് ഞാൻ ഇൻസെർട്ട് ചെയ്ത് അതിൽ ഞാൻ പിക്ചർ സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ട് ഫോർമാറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു റൗണ്ട് ലെവലിൽ ഫോർമാറ്റ് ചെയ്യാൻ വിചാരിക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ എനിക്ക് 30 സ്ലൈഡിലും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പ്രത്യേകിച്ച് പ്രസന്റേഷൻ മോഡിലൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. അത് നമുക്ക് അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ആവണം. സോ ഇത്രയും വലിയ ടാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനൊക്കെ എളുപ്പം മെത്തേഡ് ഉണ്ട്. പവർ പോയിന്റിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഒറ്റ ഓപ്ഷനിൽ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വ്യൂ ഓപ്ഷനിൽ വരാം. വ്യൂ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ലൈഡ് മാസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സ്ലൈഡ് മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രിവ്യൂസ് കാണാം. നമ്മുടെ സ്ലൈഡിൻ്റെ ഓരോ സ്ലൈഡിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ കാണാം, സ്ലൈഡ് 1ൽ കാണാം. നമുക്ക് അവിടെ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ടോട്ടൽ സ്ലൈഡിൽ കാണാം, അതിൻ്റെ 1 to 6 ഉണ്ടാവും. അതേപോലെ സെക്കൻഡ് സ്ലൈഡിൽ ടൈറ്റിൽ സ്ലൈഡ് സ്ലോട്ട് കാണാം, അവിടെ ആ സ്ലൈഡിൽ മാത്രമേ കാണുള്ളൂ. പിന്നെ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ലേഔട്ട് അവിടെ ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ടോട്ടൽ സ്ലൈഡിലും എക്സ്ക്ലൂഡിങ് ടൈറ്റിൽ സൈഡിൽ കാണാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരു പിക്ചർ ഇൻസെർട്ട് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇൻസെർട്ടിൽ പിക്ചർ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിക്ചർ സ്റ്റൈലിൽ വന്നിട്ട് അതിൻ്റെ ഫോർമാറ്റിൽ ഞാൻ ഒരു റൗണ്ട് ഷേപ്പ് ആക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നോർമൽ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ പ്രിവ്യൂസ് കാണാം. അത് കഴിഞ്ഞ് നമ്മുടെ വ്യൂവിൽ നോർമൽ സൈഡിൽ വന്നിട്ട് ഇവിടെ വ്യൂ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ലൈഡിലും അതിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. അതായത് മീൻസ് അബ്ദുൽ കലാമിൻ്റെ പിക്ചർ എല്ലാ സ്ലൈഡിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നാച്ചുറലി ഫസ്റ്റ് സ്ലൈഡിൽ, ദാറ്റ് മീൻസ് ടൈറ്റിൽ സ്ലൈഡിൽ പിക്ചർ വേണ്ട, എനിക്ക് മറ്റേ സ്ലൈഡിൽ മാത്രം പിക്ചേഴ്സ് മതി. ദാറ്റ് മീൻസ് കണ്ടന്റ് പറഞ്ഞ സ്ലൈഡിൽ മാത്രം പിക്ചർ മതിയെങ്കിൽ അത് നമുക്ക് വേറെ ഓപ്ഷൻ ചെയ്യേണ്ടി വരും. അതിന് വ്യൂ ഓപ്ഷനിൽ സ്ലൈഡ് മാസ്റ്ററിൽ നമുക്കിവിടെ മൂന്നാമത്തെ സ്ലൈഡ്, ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിലാണ് മൂന്നാമത്തെ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസെർട്ടിൽ വന്നിട്ട് പിക്ചർ ഓപ്ഷനിൽ ഇതുപോലെ അബ്ദുൽ കലാമിൻ്റെ പിക്ചർ സെലക്ട് ചെയ്യുക, ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ പിക്ചർ വരേണ്ടത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് പിക്ചർ സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക. ഈ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ വ്യൂ ഓപ്ഷനിൽ വന്ന് നോർമൽ ഓപ്ഷനിലേക്ക് വന്ന് ഇവിടെ നമ്മൾ റീഡിങ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷൻ ഓപ്ഷനിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈറ്റിൽ സൈഡ് വെച്ച് ബാക്കി എല്ലാ സ്ലൈഡിലും നമുക്ക് ആ പിക്ചർ വന്നിട്ടുണ്ടാവും. സോ ഇത് വളരെയധികം സമയം സേവ് ചെയ്യാം. സോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ കോഴ്സിന് വേണ്ടി നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.